സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പ്രതീഷിലേക്ക് പോകാൻ തോന്നുന്നു. മോർണിംഗ് പ്രതീഷ്, അഗെയിൻ എന്താണ് കാലാവസ്ഥ? അവിടെ തിരുവനന്തപുരത്ത് മഴയുണ്ടോ പ്രതീഷ്? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ നല്ല മഴയാണ്. അതിശക്തമായ മഴ പെയ്യുന്നില്ലെങ്കിലും മഴയ്ക്ക് ഒട്ടും തിരുവനന്തപുരത്തെ കുറവില്ല. സംസ്ഥാനത്ത് ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 4 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സൂചന നൽകുന്നതാണ് യെല്ലോ മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. നാളെ എറണാകുളം ജില്ലയിൽ മാത്രമാണ് കാലാവസ്ഥാ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുന്നത്. പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു നിർദ്ദേശവും കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. കാരണം ഈ ഓറഞ്ച് അലർട്ടുള്ള മേഖലകളിൽ അതീവ ജാഗ്രത വേണം. ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. ശക്തമായ മഴയുണ്ട് എങ്കിൽ ഉരുൾപൊട്ടലിനടക്കം സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലുള്ളവർ പ്രത്യേക ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ഒപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശത്തുള്ളവരും ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാളെയും മഴ കനക്കുമെന്ന ഒരു സൂചന തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നിലവിൽ തെക്കൻ ജില്ലകളിലും ഒപ്പം മധ്യ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാവുക. എം ജി പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.